സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. പരിശുദ്ധ റമദാനിലെ ഈ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഈ സമയത്ത് ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട റമദാനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല നീയത്തോടു കൂടെ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രണ്ട് ഭൂഖണ്ഡങ്ങളിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കാൻ മാത്രം പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഹ്റാബിന്റെ പുറകിൽ നിന്ന്, മസ്ജിദുൻ നബവിയിൽ നിന്ന് തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ വരുന്നത്, റൂമിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളോട് എന്ത് സംസാരിക്കും എന്നിങ്ങനെ ഈ ഒരു ക്ലാസ് സുഹൃത്ത് ഇനായത്ത് പറഞ്ഞത് മുതൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാനൊരു 15 മിനിറ്റ് ഇങ്ങോട്ട് നടക്കാനുണ്ട്. ആ നടത്തത്തിൽ ഇങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു കാര്യം, എവിടെ നിന്നാണോ ഈ ദീൻ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് എത്തിയത്, ആ മണ്ണിലൂടെയാണല്ലോ ഞാൻ കുറെ ആളുകളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന ചിന്തയായിരുന്നു. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാചകമാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി പറഞ്ഞ വാക്കാണ് എൻ്റെ മനസ്സിലേക്ക്, പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ വാക്കാണ് ഓർമ്മ വന്നത്. ലാ യബ്ലഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. രാപ്പകൽ എത്തിയിടത്തെല്ലാം ഈ അമ്ര, ഈ ദീൻ എത്തുക തന്നെ ചെയ്യും. വലയത്റുഖുല്ലാഹു ബൈത മദരിൻ വല വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു ഹാദദ്ദീൻ. ഒരു കല്ലോ മരമോ വീടോ ഒന്നും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിക്കാതെ പോകുന്നൊരു കാലം ഒരിക്കലും ഉണ്ടാകൂല എന്നാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ദീൻ ലോകത്ത് എല്ലായിടത്തും എത്തുമെന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ ജസീറത്തുൽ അറബിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും മാത്രം ദീൻ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ മലയാളക്കരയിൽ നിന്ന് ജീവിത സന്ധാരണം തേടി മറ്റൊരു ദിക്കിലെത്തി രാവും പകലും രണ്ടും ഒരുമിച്ച് പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഒരു മാസത്തിൽ വിശുദ്ധമായ സമയങ്ങളിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വളരെ സുപ്രധാനമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇവിടെ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഞാന് റമദാന്റെ ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ പോയിട്ടൊന്ന് തിരിച്ചു വന്നത്. ആ നാട്ടിൽ പോയി ഇവിടെ വന്നതിന് ശേഷം ഏകദേശം 2-3 തൊട്ടടുത്തുള്ള മരണവാർത്തകൾ കേട്ടു. ഞാൻ നാട്ടില് നിൽക്കുന്ന സമയത്ത് സുബൈക്ക് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്തില്ലാത്ത ഒരു ആൾക്കൂട്ടം വീടിന്റെ 2-3 വീടുകൾക്ക് അപ്പുറത്ത് പെട്ടെന്നൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ വാർത്ത വന്നു. പോയി നോക്കുമ്പോൾ ആള് കൂടിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബം ഒരു മരണത്തെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം അവരുടെ കുടുംബം നോമ്പ് തുറക്കുമ്പോഴും അവരുടെ കുടുംബത്തിന്റെ കൂടെ ഇല്ല. ഞാനിത് പറയണം എന്താ വെച്ചാൽ എന്റെ അനുഭവം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. നമ്മൾക്കൊക്കെ ഇതുപോലത്തെ ധാരാളം വാർത്തകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലായിട്ടും നമ്മുടെ കുടുംബങ്ങളിലും ഉറ്റവരിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്കും ഒന്നുമില്ലാത്തൊരു അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഒരു റമദാനിൽ കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മാത്രമല്ല, റമദാൻ കുറെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിലാണ്, മറ്റു സമയങ്ങൾ പോകുന്നതിനേക്കാളും വേഗതയിൽ പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിന്റെ 44-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞല്ലോ, യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. റബ്ബ് സുബ്ഹാനഹു വ തആല രാപ്പകലുകൾ അങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് അതിൽ മാതൃകയുണ്ട്. രാവ് പകലിലേക്കും പകല് രാവിലേക്കും ചേരുമ്പോൾ നമ്മൾ അതിന് തീയതി എന്നും ഡേറ്റ് എന്നും ദിവസമെന്നും ആഴ്ചയെന്നും മാസമെന്നും വർഷമെന്നും ഒക്കെ നമ്മൾ അതിന് പേര് നൽകുമ്പോൾ അള്ളാഹു അതിനെ പ്രയോഗിച്ചത് യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ. റബ്ബ് രാപ്പകലുകൾ അങ്ങനെ മാറ്റിമറിക്കുന്നുണ്ട്.
നിങ്ങൾ അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും, ദിവസമെന്നോ മണിക്കൂറെന്നോ മിനിറ്റെന്നോ വർഷമെന്നോ ആഴ്ചയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, ചിന്തിക്കുന്നവർക്ക് അതിൽ മാതൃകയുണ്ട്, ചിന്തിക്കുന്നവർക്ക് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, 4, 5, 6, 7 ഒക്കെ അല്ലെ കഴിഞ്ഞ അവിടെ എന്നാണ് തുടങ്ങിയത് എനിക്കറിയില്ല. നമുക്കിവിടെ തിങ്കളാഴ്ച നോമ്പ് തുടങ്ങി, അടുത്തൊരു ഞായറാഴ്ച പൂർത്തിയായ ഒരാഴ്ച നോമ്പ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു 7 ദിവസത്തെ മാത്രം പരിശുദ്ധ റമദാനിൽ നമ്മളൊന്ന് വിലയിരുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ റമദാനിന്റെ മുമ്പും ശേഷവും നമ്മൾക്ക് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധ റമദാൻ അള്ളാഹു പിന്നെ പണ്ഡിതന്മാരായ ആളുകൾ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് 3 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ, എനിക്ക് തോന്നുന്നത് അത് ശരിക്കും നമ്മൾക്ക് ആ വാക്കുകൾ കേൾക്കാനും വിലയിരുത്താനും നമ്മളെ കുറിച്ച് ചിന്തിക്കാനും പറ്റിയ സമയമാണ് ഇപ്പോൾ. പരിശുദ്ധ റമദാനിന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലൂടെ തന്നെ വന്ന് റമദാനാണോ എന്ന് പോലും അറിയാതെ റമദാനിലൂടെ കടന്ന് ശവ്വാലും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് അങ്ങനെ പോകും അവർക്ക് പ്രത്യേകിച്ച് റമദാനിൽ ഒരു പ്രത്യേക ഒരു അനുഭവമോ അനുഭൂതിയോ മാറ്റമോ ഒന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധ റമദാന്റെ മുമ്പ് വളരെ മോശമായിരിക്കും, പക്ഷേ അല്ലെങ്കിൽ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാകില്ല. റമദാനിലേക്ക് വരുന്ന സമയത്ത് അവർ നമസ്കാരവും ദിക്റും ദുആയും ഖുർആൻ പാരായണവും അവരുടെ എല്ലാ കാര്യങ്ങളിലും മാനസികമായിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ഈമാനികമായ ഉയർച്ചയും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കും. പക്ഷെ റമദാൻ കഴിയുന്നതോടുകൂടെ അത് പതുക്കെ ഇങ്ങനെ ഒരു ബലൂണ് കാറ്റൊഴിയുന്നത് പോലെ സാവകാശത്തിൽ അത് ഇങ്ങനെ പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരും. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്, റമദാനിന് മുമ്പ് അവർക്ക് നല്ല ശ്രദ്ധയുണ്ടാകും, റമദാനിൽ അവരുടെ ശ്രദ്ധക്ക് അവർ കൂടുതൽ ജാഗരൂകരാകും. റമദാൻ കഴിഞ്ഞാലും ആ പരിശുദ്ധ റമദാനിൽ കിട്ടിയ ഈമാനികമായ ഊർജത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച് അടുത്ത റമദാനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ എങ്ങാനും നമ്മൾ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് മാറാൻ അവസരമുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിലാണ് നമ്മൾ എങ്കിൽ റമദാൻ കഴിഞ്ഞാലും അത് തുടർത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രദ്ധ ഇപ്പോൾ തന്നെ നമ്മൾക്കുണ്ടാകാം. മൂന്നാമത്തെ വിഭാഗത്തിലാണ് നമ്മളെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ പരിശുദ്ധ റമദാനിനെ പൂർത്തിയാക്കാനും തുടർന്നുള്ള സമയങ്ങളിൽ ആ ഈമാനികമായ ഉന്മേഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകാനും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും ഒക്കെ നന്മകളെക്കാളും തിന്മകളിലേക്കാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങിയാൽ കാണുന്നതും എവിടെയാണെങ്കിലും എത്ര വലിയ ഹറമിന്റെ ഉള്ളിൽ ജീവിക്കുന്നവൻ പോലും ഒന്ന് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്താൽ പോലും അവൻ ഇഷ്ടമില്ല എങ്കിലും അവൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ പോലും അനിഷ്ടകരമായ വിധത്തിലുള്ള ചിത്രങ്ങളും വീഡിയോസുകളും അവന്റെ മുന്നിലേക്ക് വരുന്ന അത്രമേൽ ഫിത്നകൾ നിറഞ്ഞ, അത്രമേൽ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു വിശ്വാസിക്ക് തീക്കുണ്ടാരം കടന്നു പോകുന്ന രൂപത്തിൽ ഈ ദുനിയാവിലൂടെ വിശ്വാസിയായ ഒരു മനുഷ്യന് ഫിത്നകൾക്കുള്ളിലൂടെ കടന്നുപോയി നന്മകളിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യമുള്ള അത്രയും തിന്മകളും ഫിത്നകളും നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നമ്മളോട് അവസാന കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് അത്തരം കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ വിശ്വാസികളായി ജീവിക്കുമ്പോൾ അവർക്ക് കൂടുതൽ അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യതയും പ്രതിഫലവും ഉണ്ട് എന്നും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് എത്രമേൽ പരിശുദ്ധ റമദാനിന്റെ ഒരു ചൈതന്യത്തോടു കൂടെ പ്രവാചകന്റെ സ്വഹാബിമാർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്, സലഫുകൾ മുൻഗാമികൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ വഫിഖ്നാ റമദാൻ, അള്ളാഹു ഞങ്ങൾക്ക് റമദാനിനെ കൊണ്ട് റബ്ബേ എന്ന്. റമദാനെ തന്നാൽ മാത്രം പോരാ, റമദാൻ കിട്ടിയ ആളുകൾക്കൊന്നും റമദാൻ സ്വീകരിക്കാൻ കഴിയുന്നില്ല. പല കാരണങ്ങളാൽ, വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട്, എല്ലാം ഉണ്ടായിട്ടും ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് യുദ്ധഭൂമികളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷെ സഹോദരങ്ങളെ, അവർ പ്രാർത്ഥിക്കും ആ റമദാനിൽ നോമ്പെടുക്കാനും ഈമാനും ഇഹ്തിസാബോടും കൂടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് രാത്രി നമസ്കരിക്കുവാനുമുള്ള തൗഫീഖിനെ നാഥ ഞങ്ങൾക്ക് ഇനി നൽകണേ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ആരെന്നറിയുമോ? റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ, അള്ളാഹുവിന് അവരെയും അള്ളാഹുവിന് അവർക്കും തിരിച്ചിങ്ങോട്ടും ഇഷ്ടമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ആളുകൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും കൂടുതൽ ഗൗരവത്തോടു കൂടെ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾക്ക് ഏറ്റവും പ്രധാനം, ഇത്രമേൽ പുണ്യമുള്ള സ്വർഗ കവാടം തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന, അതുപോലെ തന്നെ ഓരോ രാത്രിയിലും അള്ളാഹു ആയിരക്കണക്കിന് മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, ഇങ്ങനെ ധാരാളം പുണ്യങ്ങളുള്ള, അതുപോലെ തന്നെ ഒറ്റ നോമ്പ് കൊണ്ട് മാസക്കണക്കിന് വഴി ദൂരം ആ നോമ്പ് അള്ളാഹു സ്വീകരിച്ചാൽ നരകത്തിൽ നിന്ന് തന്റെ മുഖത്ത് അള്ളാഹു അകറ്റുമെന്ന് പറഞ്ഞ ധാരാളം പുണ്യങ്ങളുള്ള ഈ മാസത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? അതിൽ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ മാസത്തിലെ സമയത്തിനാണ്. ബാക്കിയൊക്കെ നമ്മൾക്ക് തിരിച്ചു കിട്ടും.
സമയമാണ് ഏറ്റവും പ്രധാനം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറയുന്നുണ്ട്, ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് മരണത്തെക്കാളും ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ഭൗതികമായ കാര്യത്തിൽ പോലും നമ്മൾക്കറിയാം, ചില സമയങ്ങളൊക്കെ നമ്മൾ ഒന്ന് വൈകിയത് കാരണം വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. എങ്കിലേ അത് പാരത്രിക ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോഴോ അതിനേക്കാളും അപകടമാണ്. അദ്ദേഹം പറയാണ്, ലിഅന്ന ഇളാഅത്തൽ വഖ്തി തഖ്തഉക അനില്ലാഹ്. സമയം നഷ്ടപ്പെടുത്തുമ്പോ അള്ളാഹുമായുള്ള ബന്ധമാണ് എന്നെ നഷ്ടപ്പെടുന്നത്. വൽ മൗതു യഖ്തഉക അനി ദുനിയ വ അഹ്ലിഹ. മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ദുനിയാവേ പോണുള്ളൂ, എനിക്ക് നിന്റെ അഹ്ലുകാര് കുടുംബക്കാരെ എനിക്ക് പോണുള്ളൂ, അല്ലേ? പക്ഷേ സമയം നഷ്ടപ്പെടുത്തുമ്പോഴോ അള്ളാഹു ആയിട്ടാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. ഇവിടുന്ന് പോണത് പടച്ചോന്റെ അടുത്തേക്കാണ്. ഇവിടുന്ന് നമ്മൾ പോയാൽ പടച്ചോന്റെ അടുത്തേക്കാണ് പോണത്. നമുക്ക് ഇവിടെ നഷ്ടപ്പെടുന്നത് കുടുംബക്കാരും കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. പക്ഷെ സമയം നഷ്ടപ്പെടുത്തുമ്പോഴോ അള്ളാഹുമായുള്ള ബന്ധമാണ് നീ മുറിച്ചു കളയണത്. ഉദാഹരണം പറഞ്ഞാല് ഇന്നത്തെ സുബഹി നമസ്കാരം, അല്ലെങ്കിൽ അതിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയം, അല്ലെ? ഇതൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇനി ലൈഫിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ? പറ്റുമോ? ഇല്ല. പാതി പൂർത്തിയായി നിൽക്കുന്ന വീട് പിന്നെയും ഉണ്ടാക്കാം. ഒരു കുട്ടി നമുക്ക് മരണപ്പെട്ടാൽ അതാണ് ജീവിതം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷനുകൾ. ഒരുപക്ഷെ അള്ളാഹു അനുഗ്രഹിച്ചാൽ പുതിയൊരു കുട്ടിനെ കിട്ടും, അല്ലെ? അല്ലെങ്കിൽ ബിസിനസ് ഡള്ളായാൽ മറ്റൊരു സമയത്ത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നഷ്ടപ്പെട്ട സമയം, നമ്മൾ കോടിപതിയാണെന്നുണ്ടെങ്കിലും കോടി കൊടുത്താലും തിരിച്ചു കിട്ടൂല. അപ്പൊ അതുകൊണ്ട് സമയമാണ് ഏറ്റവും പ്രധാനം. അതറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ റമളാനിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് റമളാനിന്റെ സമയത്തിനായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളെ പോലെ ആകരുത് സഹോദരങ്ങളെ. നമ്മൾക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറച്ച് അശ്രദ്ധ വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും പരിശുദ്ധ ഹറമിൽ ജീവിച്ചാലും ഒന്നുമില്ലാത്ത ദീനിയായിട്ട് അങ്ങേയറ്റം അകലത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും, എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, എങ്ങനെ നമ്മൾ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായോ? റമളാൻ എവിടെയാണെന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുന്നവന് കൂടുതൽ കൂടുതൽ ഖൈറും ബർക്കത്തും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്ത് നമ്മൾ ക്രമീകരിക്കണം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഹസനുൽ ബസ്രി എന്ന് പറഞ്ഞാൽ വലിയ താബിഈ വര്യനാണ്. അദ്ദേഹം പറയാണ്, അദ്റക്തു അഖ്വാം, ഞാൻ ഒരു വിഭാഗം ആളുകളെ കണ്ടിട്ടുണ്ട്. അവരാരാണ്? സ്വഹാബിമാരാണ്. ഹസനുൽ ബസ്രി താബിഈയാണ്, അപ്പൊ അദ്ദേഹം കണ്ടത് സ്വഹാബിമാരെയാണ്. അദ്ദേഹം പറയണേ, അവരൊക്കെ അവരുടെ സമയത്തിന്, നിങ്ങളൊക്കെ സമ്പത്തിന് കൊടുക്കുന്നതിനേക്കാളും വലിയ വില അവർ കൊടുക്കുന്നത് അവരുടെ സമയത്തിനായിരുന്നു. മഹാനായ സുഫിയാൻ സൗരി എന്ന് പറഞ്ഞ താബിഈ വര്യന്, അദ്ദേഹം മക്കയിലായിരുന്നു. അദ്ദേഹം ഹറമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് പരിശുദ്ധ ഹറമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ജിൽസി അബാ അബ്ദില്ല, കുറച്ചേരം ഇരിക്ക്, നമുക്ക് കുറച്ചേരം സംസാരിക്കാം, കുറച്ചേരം സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇഹ്ബിസു അശംസ്, നിങ്ങൾക്ക് സൂര്യനെ അവിടെ അങ്ങനെ പിടിച്ചു നിർത്തി തരും, എന്നാല് ഹദീസുക്ക്, ഞങ്ങളുടെ കൂടെ സംസാരിക്കാം. സമയമാണ് ഈ പോണത്, ഇത് സംസാരിച്ചിരിക്കാൻ പറ്റൂല, അല്ലെ? ആ സമയത്തുള്ള ഇബാദത്തുകൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ അങ്ങനെയൊന്നും നമ്മൾക്ക് ആകാൻ കഴിഞ്ഞോളന്നില്ല, അത്രത്തോളൊന്നും ആകാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ സഹോദരങ്ങളെ പറഞ്ഞത്? സ്വഹാബത്തെ ആതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്കുൻ. നബി സന്തോഷ വാർത്ത കൊടുത്തത് അങ്ങനെയാണ്, നിങ്ങൾക്ക് റമളാൻ ആട്ടോ വരുന്നത്, അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞു, 5-6 കഴിഞ്ഞു സുഹൃത്തുക്കളെ. എന്താ അതിന്റെ പ്രത്യേകത? ഷഹ്റുൻ മുബാറക്കുൻ, ബർക്കത്താക്കപ്പെട്ട മാസമാണ്. എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ സാധാരണ പറയലുണ്ടല്ലോ, ഒരു ബർക്കത്ത് കിട്ടണില്ല, ജീവിതത്തിൽ ഒരു ബർക്കത്ത് കിട്ടണില്ല, ജോലിയിൽ ഒരു ബർക്കത്ത് കിട്ടണില്ല, അല്ലെ? മക്കളിൽ ഒരു ബർക്കത്ത് കിട്ടണില്ല, കുടുംബത്തിൽ ഒരു ബർക്കത്ത് കിട്ടണില്ല, നമ്മൾ പറയില്ലേ സാധാരണ. എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാല്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകിയൊരു ഖൈറിൽ അസ്സുബൂതു വസിയാദ, അത് അള്ളാഹു നിലനിർത്തി തരിക, കൂടുതൽ തരിക, അതിനാണ് ബർക്കത്ത് എന്ന് പറയാം. നിലനിർത്തി തരിക, ആ ഖൈറ് നിലനിർത്തി തരിക, ധാരാളമാക്കി വളർച്ച തരിക. ചില ആളുകൾക്ക് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ, സാലറി ഉണ്ടാവുള്ളൂ, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഉള്ളതിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ചില ആളുകൾക്ക് ഭയങ്കര സാലറി ഉണ്ടാവും, പക്ഷെ എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരാതികളെ പറയണ്ടാവുള്ളൂ. മനസ്സിലായോ? ചില ആളുകൾക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകും, പക്ഷെ അവർക്ക് ധാരാളമായി കൊടുക്കാനുള്ള മനസ്സുണ്ടാകും, കൊടുത്താൽ അവർക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവില്ല. കുറച്ചുള്ള ആളുകൾ ചിലപ്പോൾ ധാരാളം കൊടുക്കും. ഞാൻ പറയണത് വെച്ചാല്, നമുക്ക് എത്ര എന്നുള്ളതല്ല, അത് എങ്ങനെയാണ് പടച്ചവൻ നമ്മൾക്ക് അതിൽ ഹൈറ് തരുന്നത് എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? 10 മക്കളുണ്ട്, ഒന്നും നേരം കോലത്തിലായിട്ടില്ല, ഒറ്റൊന്നേ ഉള്ളൂ, നല്ല ഉഷാറാണ്, മതി, അതാണ് ഹൈറും ബർക്കത്തും. അപ്പോ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് അതിൽ ഹൈറ് തരിക. നമുക്ക് അള്ളാഹു നൽകിയ ഭൗതികമായ പാരത്രികമായ സുഖ സൗകര്യങ്ങളുണ്ട്. ബർക്കത്ത് എന്നുള്ളത് ആഖിറത്തിൽ വരെ നമുക്ക് കിട്ടേണ്ടതാണ്. ഈ ഭൗതികമായ ജീവിതത്തിൽ, ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഓരോ കാര്യത്തിലും ആരോഗ്യം, അതിൽ ബർക്കത്ത് കിട്ടുമ്പോഴാണ്
നമ്മൾക്കൊരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സമ്പത്തിൽ ബർക്കത്ത് കിട്ടുമ്പോഴാണ് കടമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കുടുംബത്തിൽ ഭാര്യയിൽ ബർക്കത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മളും അവളും തമ്മിലുള്ള മാനസികമായ ഐക്യവും എന്താ പറയാ ഒരുമയും പൊരുത്തവും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ അത് നമുക്ക് ദീന് കൊണ്ടാണ് കിട്ടുക. അള്ളാഹു റസൂൽ പറയാണ്, ആ ബർക്കത്ത് റമളാനിൽ മുഴുവൻ, റമളാനിന്റെ ഓരോ സമയത്തിലും നിങ്ങൾക്ക് ആ ബർക്കത്ത് ഉണ്ട് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് എത്ര റമളാൻ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര റമളാൻ കഴിഞ്ഞു? 18 വയസ്സായ ആൾക്ക് 17 റമളാനെങ്കിലും കഴിഞ്ഞു അല്ലെ? നമുക്ക് 20 റമളാന്, 30 റമളാന്, 40 റമളാന്, അതിൽ അത്രയും ലൈലത്തുൽ ഖദറുകൾ അല്ലെ. ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 80 വർഷത്തിന്റെ അമലുകൾ ചെയ്യുന്ന അത്രയും, നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെ 80 വർഷം തുടർച്ചയായി അമല് ചെയ്തതിന്റെ പുണ്യമാണ് ഒരു ലൈലത്തുൽ ഖദറിൽ കിട്ടുന്നത്. അപ്പൊ എത്ര ലൈലത്തുൽ ഖദർ നമുക്ക് പോയി? ഞാൻ പറയണത്, നമ്മളെ ജോലിയിൽ ഒരു ചെറിയ ഇടിവ് വരുന്ന സമയത്ത് സാലറി ഒരു മാസം ഒന്ന് പെൻഡിങ് ആയാലും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഇടങ്ങേറുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? നമ്മൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി, നമ്മൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായി. അടുത്ത മാസം നാട്ടിൽ അയക്കാൻ ഉണ്ടാകൂല എന്നുള്ള, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതിലും അത് പെൻഡിങ് ആവും തോന്നുന്നത് കൊണ്ട് നമ്മളെ മനസ്സിങ്ങനെ ഇടുങ്ങും. അത് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണത്. ഞാൻ പറയണത്, സലഫുകളായ ആളുകൾക്ക് അവർക്ക് മഹാനായ എന്താ പറയാ അബൂബക്കർ ഇബ്നു അയ്യാശ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അവർ പറയണത് എന്താ അറിയോ, ചില ആളുകളുണ്ട് അവരിങ്ങനെ ലൗ സഖത മിൻഹു ദിർഹം, ഒരു ദിർഹം അവന്റെ അടുത്ത് പോയാല്, ഒരു ഡോളർ മിസ്സായി പോയാല്, ഒരു ഡോളർ നമുക്ക് നഷ്ടപ്പെട്ടാല് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദഹബ ദിർഹമി ദഹബ ദിർഹമി, എന്റെ ദിർഹം പോയി, എന്റെ റിയാല് പോയി, എന്റെ റുപ്യ പോയി, എന്റെ ഡോളർ പോയി, ഓ നഷ്ടമായാലും എന്നിങ്ങനെ മനസ്സിങ്ങനെ പറയും. 4 ആൾക്കാരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും, ഇന്നലെ ഭയങ്കര നഷ്ടം സംഭവിച്ചിട്ടോ, ഒരു 10 ഡോളർ നമുക്ക് ഇങ്ങനെ മിസ്സായി പോയി. ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആര്? മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാശ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. എന്നാലോ അവരടുക്കൽ നിന്ന് അവര് ഒരു എന്താ പറയാ ക്രിയേറ്റീവ് അല്ലാത്ത, ഒരു നല്ല ഫലപ്രദമല്ലാത്ത ഒരു ദിവസം അവർക്ക് നഷ്ടപ്പെട്ടാൽ, ഇബാദത്തുകൾ ചെയ്യാത്ത, ദിക്റുകൾ ചെല്ലാത്ത, എന്താ പറയാ വീട്ടിൽ ഉമ്മയെയും ഉപ്പയെയും വിളിച്ച് സ്നേഹം പങ്കുവെക്കാത്ത, സലാം പറയാത്ത, അല്ലെങ്കിൽ എന്താ പറയാ ഒരു എന്താ പറയാ കുറച്ച് പൈസ ദാനം കൊടുക്കാത്ത, ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയില് ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ കരഞ്ഞ് കീഴുന്നത് കാണുമ്പോൾ പോലും വളരെ നിസ്സാരമായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു ടെൻഷനും തോന്നാത്ത, അങ്ങനത്തെ ഒരു ദിവസം കടന്നു പോകുമ്പോ അവർക്ക് തോന്നണില്ല എന്ത്, ഒരു ദിവസം കഴിഞ്ഞല്ലോ, എന്താ ഞാൻ ചെയ്തത്, എന്താ പുതിയതായിട്ട് എനിക്ക് കിട്ടിയത്, എന്താ ഞാൻ എന്റെ എന്താ പറയാ മീസാനിലേക്ക്, അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ മീസാനിലേക്ക്, തുലാസിലേക്ക് ഞാൻ എന്തെന്ന് കൂടുതൽ എടുത്തു വെച്ചത്, എന്റെ നന്മയുടെ രേഖയിൽ ഞാൻ ഇന്നെന്താ പുതുതായിട്ട് കുറച്ച് എടുത്തു വെച്ചത് എന്നവര് ചിന്തിക്കൂല. അപ്പൊ അവർക്ക് ആ ടെൻഷൻ ഉണ്ടാവൂല. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ സുബഹിന്റെ ജമാഅത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ളുഹ്ർ നിസ്കാരത്തിന് സമയം തെറ്റിയതിനെ കുറിച്ച്, അല്ലെങ്കിൽ അല്ലെ അപ്പൊരു ആശ്വാസവും അപ്പൊരു ടെൻഷനും, ഓ അൽഹംദുലില്ലാഹ് ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റിട്ടോ എന്നൊരു ആശ്വാസം അവർക്കില്ല, അല്ലെങ്കിൽ ഇന്നതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലട്ടോ എന്നൊരു ടെൻഷൻ അവർക്കില്ല. ഇങ്ങനത്തെ കുറെ ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയണം. നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടുപോകരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റമളാനിലെ ഓരോ സമയവും പ്രധാനമാണ്. ഏറ്റവും ഉത്തമരായ ആളുകളെ കുറിച്ച് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കുറെ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടുക, എന്നിട്ട് ജീവിക്കണ കാലം മുഴുവൻ നന്മ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുക, അല്ലെ? അത്രയും കാലത്തെ നന്മകൾ തുലാസിൽ കൊണ്ടുപോയി വെക്കാനുണ്ടാകും. വശർറുൻ നാസി മൻ ത്വാല ഉംറുഹു വസഅ അമലുഹു, ഏറ്റവും മോശപ്പെട്ട ആളാരാണ്? കുറെ കാലം ജീവിക്കാൻ അവസരം കിട്ടുക, എന്നിട്ട് ഒന്നും ഉണ്ടാവില്ല, അവസാനം അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒന്നുമില്ല, അല്ലെ? അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, വലത് കൈയിലും ഇടത് കൈയിലും ഗ്രന്ഥം കിട്ടും, അല്ലെ? യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എന്താണത്? എല്ലാം അതിലുണ്ടല്ലോ, എന്റെ മുതലൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ, എനിക്ക് കുറെ അധികാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എന്നെ കേൾക്കുന്ന, ഞാൻ പറഞ്ഞാൽ പിന്നെ ആളുകൾ അംഗീകരിക്കുന്ന കുറെ പദവികളിലൂടെ ഞാൻ കടന്നുപോയല്ലോ, മാനേജറായി, കുറെ സംഗതിയായി, കുറെ പോസ്റ്റുകളിലെത്തി, വാപ്പയായി, നാട്ടിൽ അംഗീകരിക്കപ്പെടുന്ന ആളായി, സുഹൃത്തുക്കൾക്കിടയിൽ നല്ല ഹാൻഡിലുള്ള ആളായി, കുറെ പല പല പദവികളും പലതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ഉപകാരപ്പെടുന്നില്ലല്ലോ. ഇങ്ങനെ പറയുന്ന ഒരു ദിവസം വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചു തരാണ്. അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എത്രത്തോളം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ചെറുതായിട്ട് ഇങ്ങനെ തേങ്ങിയപ്പോ ആ മോന് എന്താ പറയാ അദ്ദേഹത്തെ ഉപദേശിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയാ തേങ്ങണത് എന്തുകൊണ്ടാണ്? ദുനിയാവെന്ന് പോകണ മരണത്തെ പേടിച്ചിട്ട് തേങ്ങല്ല, മറിച്ച് അവർക്ക് എന്താ പറയാ അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പൊ അദ്ദേഹം ആ തേങ്ങൽ പോലും അദ്ദേഹം നിർത്തി. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഒരുപക്ഷെ അതുപോലും മലക്ക് രേഖപ്പെടുത്തിയാലോ,
അപ്പൊ അതെന്റെ തിന്മയിൽ രേഖപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നിർത്തിയെന്നാണ്. അത്രത്തോളം ചിന്തിച്ചിരുന്നു അവര്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെയാണ് അവരൊക്കെ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങള്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റിയ റമദാൻ എന്ന് പറഞ്ഞ ഒരു മദ്രസയാണ് അല്ലെ. ഒരു കുട്ടീനെ നമ്മൾ മദ്രസക്ക് പറഞ്ഞയച്ചാല്, കുട്ടീനെ നമ്മളൊരു സ്കൂളിലേക്ക് പറഞ്ഞയച്ചാല് 1-ാം ക്ലാസ് പഠിക്കണ പോലെയല്ലോ 10-ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാകുക. അവൻ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പുതിയ കഴിവുകൾ കിട്ടിയിട്ടുണ്ട്, പുതിയ തിരിച്ചറിവുകൾ കിട്ടിയിട്ടുണ്ട്, ഒക്കെ അവന് കിട്ടിയിട്ടുണ്ട്. എന്നതുപോലെയാണ് റമളാനു മദ്രസത്തുൽ ഇബാദ്, അടിമകളുടെ മദ്രസയാണ് റമളാൻ. ആ മദ്രസയിൽ നിന്ന് എന്താണ് അല്ലെ, നമ്മൾ ഇപ്പോ റമളാനിന്റെ ആദ്യ ഘട്ടം നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. 4-ാം ക്ലാസ് കഴിഞ്ഞ് KG കഴിഞ്ഞ് പിന്നെ 1, 2, 3 കഴിഞ്ഞ് 4 കഴിഞ്ഞിട്ട് കുട്ടിക്ക് കൂട്ടി വായിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ എന്തീകാരം? ആ കുട്ടിന്റെ തന്നെ മാനസികാവസ്ഥ എന്തീകാരം? ഒപ്പരിക്കണവന് വായിക്കാൻ കിട്ടുന്നുണ്ട്, ഓനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്. അവൻ എത്തേണ്ട അടുത്തേക്ക് അവൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എങ്കിൽ പണ്ഡിതന്മാര് പറയാണ് റമളാനു മദ്രസത്തുൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകിയ മദ്രസയാണ് റമളാൻ. എന്താ റമളാൻ മദ്രസ എന്ന് പറഞ്ഞാൽ? ആ റമളാനിലാണ് അവൻ ശരിക്കും അവന്റെ ഇബാദത്തുകളെ ക്രമീകരിക്കേണ്ടത്, അള്ളാഹുമായുള്ള ബന്ധത്തെ അവൻ ക്രമീകരിക്കേണ്ടത്, നന്നാക്കേണ്ടത്, അടിമകളുമായിട്ടുള്ള ബന്ധത്തെ അവൻ നന്നാക്കേണ്ടത്. അള്ളാഹുമായിട്ടുമുള്ള മാത്രം ബന്ധമല്ല, അടിമകളുമായിട്ടും ബന്ധമുണ്ട് വിശ്വാസിക്ക് അല്ലെ. ഇതെല്ലാം അവൻ ശരിയാക്കിയെടുക്കേണ്ട, ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മോട് പറയുന്നുണ്ട്. പരിശുദ്ധ ഹറമിൽ മസ്ജിദുൻ നബവിയിൽ ഇവിടുത്തെ ഒരു പണ്ഡിതൻ എടുത്തൊരു ക്ലാസിന്റെ സംഗ്രഹമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. റമളാനുമായി ബന്ധപ്പെട്ട അദ്ദേഹം 2-3 ദിവസം മുമ്പ് അദ്ദേഹം റമളാനിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നെന്താ, നിങ്ങൾ ഏറ്റവും പ്രധാനം ഞാൻ ഇതുവരെ സൂചിപ്പിച്ച സമയത്ത് നന്നായി മുതലെടുക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ, ബാക്കിയുള്ള ഷഅബാനിനില്ലാത്ത പ്രത്യേകത, ശവ്വാലിനില്ലാത്ത പ്രത്യേകത, നമ്മുടെ കൂടെ ഇന്നലെയിൽ ജീവിച്ച പലർക്കും കിട്ടാത്ത അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലെ. അഫ്നാഹുമുൽ മൗതു ഫസ്തബ്ഖാക ബഅദഹുമു ഹയ്യൻ ഫമാ അഖറബുൽ ഖാസി മിനദ്ദാനി. മരണം അവരെ പിടിച്ചുകൊണ്ടുപോയി, പിടിച്ചു പറിച്ചു കൊണ്ടുപോയി, ആത്മാവിനെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്തു കൊണ്ടുപോയി. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. നമ്മൾ പറയാറില്ലേ, മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതം തന്ന. നമ്മൾ രാത്രി കിടന്നുറങ്ങിയപ്പോ ആരാണ് ആത്മാവിനെ തിരിച്ചിട്ട് തന്നത്? സുഹൃത്ത് വന്ന് വിളിച്ചപ്പോ, അലാറം അടിച്ചപ്പോ ജീവിതത്തിലേക്ക് നമ്മളെ വീണ്ടും ആരാ തിരിച്ചു കൊണ്ടുവന്നത്? അൽഹംദുലില്ലാ, ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. എന്തുകൊണ്ട്? പലരും വന്നിട്ടില്ല, പലരും അലാം കേട്ടിട്ടില്ല, പലരും വാതില് മുട്ടിയിട്ട് തുറന്നിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് തുറന്നു, നാളെ തുറക്കുമോ? അള്ളാഹു ആലം. അതുകൊണ്ട് തന്നെ റമളാൻ പൂർത്തിയാകുന്നത് വരെ നമ്മൾക്ക് റമളാനിനെ ഇബാദത്ത് കൊണ്ട്, ആത്മീയത കൊണ്ട് ആഘോഷിക്കണം, ആത്മീയത കൊണ്ട് അനുഭൂതി ഉണ്ടാകണം. അതിന് ഏറ്റവും പ്രധാനം, ഏറ്റവും ഒന്നാമത്തത് നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണ്. മഹാനായ മുഅ്തമിർ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം റമളാനായി കഴിഞ്ഞാൽ യൂഖിലു കുല്ല മൻ ഫിദ്ദാർ, വീട്ടിലുള്ളവരെ മുഴുവൻ വിളിച്ചുണർത്തുമായിരുന്നു രാത്രി എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ഖൂമു, എണീച്ചൊളി, എണീച്ചൊളി, കുറച്ചുറങ്ങിയാൽ മതി. കാരണം ഫലഅല്ലക്കും ലാ തുദ്രികൂഹു ബഅദ ആമിക്കും ഹാദാ, അടുത്തൊരു കൊല്ലം ഇങ്ങനെ വിളിക്കാൻ ഇപ്പൊ ഉണ്ടായിക്കൊള്ളുന്നില്ല, അടുത്തൊരു കൊല്ലം ഇങ്ങനെ എണീക്കാൻ നിങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയാണ് ചുറ്റുഭാഗങ്ങൾ നമ്മൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ. അതുകൊണ്ട് എണീറ്റോളി, ഈ രാത്രി ഉപയോഗപ്പെടുത്തിക്കോളി. ഇത് നമ്മള് ബാച്ചിലേഴ്സ് ആയിട്ട് അവിടെ താമസിക്കുന്നവരും ഫാമിലി ആയിട്ട് താമസിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ വീട്ടിൽ വിളിക്കുന്ന സമയത്ത്, ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന ആളുകൾ വീട്ടിൽ വിളിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും സംസാരിക്കും. അവിടുത്തെ വീട്ടിലുള്ള അത്താഴവും വീട്ടിലുള്ള ഇഫ്താറും ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലിടും, നമ്മൾ പരസ്പരം പങ്കുവെക്കും, ഭാര്യയുമായി സംസാരിക്കും, മക്കളുമായി സംസാരിക്കും. പക്ഷെ പറയണം അല്ലെ, ഒറ്റക്കാകുമ്പോൾ നമ്മൾ പറയണം ഖൂമു അല്ലെ. നമ്മള് ഫോൺ വിളികൾ 2 ദിക്കുകളിലായിട്ട് 2 സമയങ്ങളിൽ നിൽക്കുമ്പോ, ഇവിടെ രാത്രി 1 മണിയാണെങ്കിൽ അവിടെ പകല് 1 മണിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സമയ ഡിസ്റ്റൻസിന് കറക്റ്റ് അറിയില്ല. എന്തായിരുന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വിളിക്കാൻ പറ്റിയ അവസരങ്ങളാണ്. വിളിച്ചുണർത്തണം. രാത്രി നമസ്കാരങ്ങൾക്ക് ഭാര്യയെ വിളിക്കണം, രാത്രി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം, ഖുർആൻ എവിടെ എത്തിയെന്ന് ചോദിക്കണം, മക്കൾക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കണം അല്ലെ. ചില മത്സരങ്ങളൊക്കെ വീട്ടിൽ പ്രഖ്യാപിക്കണം. കുടുംബത്തിൽ കുടുംബബന്ധം ശരിയാകാനും ബന്ധങ്ങൾ കൂടുതൽ ശരിയാവാനും ഒക്കെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്ന ജീവിക്കുന്ന ഭൂമിയിലേക്ക് ഈ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലിബറൽ ചിന്തകളും ദീനീപരമായി അങ്ങേയറ്റം അകലാനുള്ള സാധ്യതകളും ഒക്കെ കൂടുതലുള്ള ഒരു കാലത്താണ് നമ്മളെ മക്കൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ വരെ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം.
അല്ലെ? ആണും പെണ്ണും അടുത്തടുത്തിരിക്കണം. അതിന് പുതിയ എന്താ പറയാ പാഠ്യ പദ്ധതികൾ വരെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും രാത്രിയുടെ ഏകാന്തതയിൽ സ്വകാര്യതയിൽ ഒന്നിച്ചാസ്വദിക്കുന്ന അനുഭൂതിയെ ഒരു ക്യാമ്പസിന്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് തുറച്ചു നോക്കണ്ട, നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്ന് പരസ്യമായി ബോർഡ് വെക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ആ ക്യാമ്പസിലേക്ക് നമ്മളെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 3 മാസം മുമ്പ് ഹറമില് വെള്ളിയാഴ്ച കുറച്ച് നേരത്തെ എത്തിയ സമയത്ത് അവിടെ ഒരു പാകിസ്ഥാനിലെ പെഷവാറിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് വളരെ നേരത്തെ 70കളിൽ കുടിയേറിയ താമസിച്ച ഒരു കുറച്ച് പ്രായമുള്ള ഒരാളെ കണ്ടു. അദ്ദേഹം അവിടെ ഒരു വലിയ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്. അപ്പൊ അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ എന്റെ കൂടെ ചില അമേരിക്കക്കാരുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ വളരെ കുറവാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനത്തെ അവിടുത്തെ ഒരു നാടും അവിടുത്തെ ഒരു സാഹചര്യവും ദീനീപരമായ അവിടെ ഉള്ള സാഹചര്യമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ കുട്ടികളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഇങ്ങോട്ട് ഇവിടുത്തെ സൗദിയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക്. മദീന മാത്രമല്ല, മക്കയിലുണ്ട്, റിയാദിലുണ്ട്, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ ധാരാളമുണ്ട്. യഥാർത്ഥ ദീൻ പഠിച്ചിട്ട് അവർ അവിടെ ചെല്ലട്ടെ. അവിടെയുള്ള ചെറിയ ദാഇമാർ നിർവഹിക്കുന്ന വളരെ വിപ്ലവകരമായ ദൗത്യങ്ങൾ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞു, മോനെ അതൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് എന്റെ പരിസരത്ത് നിന്നിട്ട് കഴിയുന്നില്ല. കാരണം ഒരു 13-14 വയസ്സായ കുട്ടികളൊക്കെ തിരിച്ചു വരുന്നത് അവരുടെ ജെൻഡർ എന്താണെന്ന് മനസ്സിലാകാതെയാണെന്നാണ് അദ്ദേഹം പങ്കുവെച്ചത്. അവർക്ക് അവരുടെ ജെൻഡർ എന്താ തന്നെ മനസ്സിലാവണില്ല. എന്നിട്ടല്ലേ അപ്പൊ അവരോട് ഞാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാൻ വേണ്ടി പോരാ, ഞാൻ ഞങ്ങൾ അതിനു വേണ്ടി പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയാ ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനമാണ് നമ്മളെ ഇത്തരം പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ അവരൊക്കെ ആ സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലേക്കും ഇപ്പോ വളരെ സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ LGBT ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാണുന്ന ആളുകളാണ്. മീഡിയ ചർച്ചകളും അതേപോലെ തന്നെ അത്തരം സംവാദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ മക്കൾ, ഞാന് എന്താ പറയാ ഒരു കുറച്ചു മുമ്പ് ഒരു 70ഓളം ടീനേജ് മാത്രമുള്ള ഒരു പിന്നെ ക്യാമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് വാട്സപ്പും ഫേസ്ബുക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അപ്പൊ അതില് ഒറ്റ കുട്ടി എന്തില്ല, ഫേസ്ബുക്കിലൊന്നും ഇല്ല, എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും പിന്നെ സ്നാപ്ചാറ്റിലാണ്. പിന്നെ അങ്ങനത്തെ നമ്മളെ ജനറേഷൻ ഒന്നും ഉള്ളിലൊന്നും ഓലില്ല. ഞാൻ പറയണത് വെച്ചാൽ വളരെയധികം അത്തരം എന്താ പറയാ കാര്യങ്ങളിലൂടെ അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ശ്രദ്ധ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പരിശുദ്ധ റമദാൻ കൂടുതൽ നമ്മളെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും മക്കളെ ചേർത്ത് പിടിക്കാനും നമ്മൾക്ക് കൂടുതൽ എന്താ പറയാ നമ്മുടെ അത്തരം സുഹൃത്തുക്കൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോയ സുഹൃത്തുക്കൾ, ചിലപ്പോ ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുള്ള അത്തരം വഴികളിൽ പോയ ആളുകൾ, അവർക്ക് കാരണം ഇത്തരം ശൈത്താന്മാരെയും പിശാചുകളെയും ഒക്കെ അള്ളാഹു ബന്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അള്ളാഹുവിന്റെ ബർക്കത്ത് കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് വിളിച്ചാൽ അവരൊക്കെ കൂടുതൽ വരാനും നമ്മളെ കേൾക്കാനൊക്കെ സന്നദ്ധമാകുന്ന ഒരു സമയത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനാണ്, എല്ലാവരും ഈമാനികമായി നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. നമ്മൾ കൂടുതൽ നന്മകളിൽ മുന്നേറണം എന്നാണ് പറഞ്ഞ ചുരുക്കം. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനന. കേൾക്കണല്ലേ? അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞല്ലോ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവരാരാണ്? വിശ്വാസികൾ, നന്മകളിൽ കൂടുതൽ മുന്നേറുന്ന ആളുകളാണ്. വഫീ ദാലിക ഫലതനാഫസുൽ മുതനാഫിസൂൻ. സ്വർഗ്ഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, മത്സരബുദ്ധി ഉണ്ടാകുക. ഇതൊരു മത്സരത്തിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ നമ്മൾ അമേരിക്കയിലാണ് ജീവിക്കുന്നത്, അവിടെ പള്ളികള് കുറവാണ്, ജമാഅത്തിന് കാര്യത്തിൽ ഒക്കെ അങ്ങനത്തെ കുറെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാകും. പക്ഷെ നമുക്ക് പറ്റുന്ന കുറെ കാര്യങ്ങളില്ലേ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാവിന് വളരെ എളുപ്പമുള്ള, പറയാൻ സുഖമുള്ള 2 വാക്ക്, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതിന് അമേരിക്കയും ഹറമും അല്ലെങ്കിൽ പള്ളിയും പ്രശ്നമുണ്ടോ? നമുക്ക് എവിടുന്നും പറഞ്ഞൂടെ? അപ്പൊ നമ്മുടെ ശ്രദ്ധയാണ് പ്രധാനം, നമ്മുടെ ശ്രദ്ധയാണ് പ്രധാനം. പണ്ഡിതന്മാര് ഈ 2 ദിവസം മുമ്പ് മരണപ്പെട്ട സൗദിയിലെ വലിയ കിബാറുൽ ഉലമാക്കളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖുസൈർ. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ട് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ 2 കാര്യങ്ങൾ അധികരിപ്പിക്കണം. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 ഇസ്തിഗ്ഫാർ. എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം. ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ 2 കാര്യമാണ് വേണ്ടത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക. ഇത് നമുക്ക് എവിടുന്ന് മനസ്സിലാക്കിക്കൂടെ? നമ്മൾ ദീന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടോ? ഈ പരിശുദ്ധ റമളാനിൽ റമളാൻ എന്ന മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം.
ആ ലാ ഇലാഹ ഇല്ലല്ലയാണ് മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലയാണ് സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലയാണ് സിറാത്തിലൂടെ പോകുന്നവരെയും അതിൽ നിന്ന് താഴെ വീഴുന്നവരെയും വേർതിരിക്കുന്നത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് പറ്റുന്നില്ലെന്ന് തെളിവാണ് നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിന്നുള്ളത്. പക്ഷെ ദീനിയായ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് അവിടെ നമുക്ക് കാരണങ്ങൾ ഉണ്ടാകും, പല പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഒരു സാധാ ആമിനെ പോലെ, ഒരു സാധാരണക്കാരനെ പോലെ അല്ല ഒരിക്കലും നമ്മൾ ആരോരുത്തരും. എനിക്ക് എന്താ പറയാ, നമ്മൾക്ക് ഓരോരുത്തർക്കും അല്ലെ അറബിയിലോ ഇംഗ്ലീഷിലോ എല്ലാം അവൈലബിൾ ആണ് കാര്യങ്ങൾ. സലഫി പണ്ഡിതന്മാരുടെ നല്ല ദീനിയായ ദർസുകൾ, കാര്യങ്ങൾ പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ. എന്താ അള്ളാഹിന്റെ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹിന്റെ ഇസ്മാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. എന്താ മുഹൈമിൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം. എന്തൊക്കെ പഠിച്ചു സുഹൃത്തുക്കൾ. അള്ളാഹിന്റെ 99 നാമങ്ങളെ അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളൂ. അള്ളാഹുവിന് അതിനേക്കാളും നാമങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 99 നാമം തന്നത് എന്തിനാണ്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ അത് വെച്ചിട്ട് അള്ളാഹിനോട് തേടിക്കോളും. എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്ക് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങാനുണ്ട്. അത് ചോദിച്ചു വാങ്ങാനുള്ള ആയുധമാണ് മുഹൈമിൻ എന്നുള്ള അള്ളാഹിന്റെ നാമം. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് പലപ്പോഴും അറിയണില്ല. നമ്മളെ മുഹൈമിൻ എന്നുള്ള ആ പദത്തിന്റെയും അതിന്റെ ആശയവും അറിയല് വലിയൊരു പ്രയാസമുള്ള കാര്യം അല്ല. നമ്മൾ ആ ശ്രദ്ധ അതിലൂടെ പോയിട്ടില്ല. അപ്പൊ ശ്രദ്ധയാണ് പ്രധാനം, വേണമെന്നുള്ള ചിന്തയാണ് പ്രധാനം. എനിക്ക് ഖബറിൽ പോയി കിടക്കണം എന്നുള്ള ബോധമാണ് പ്രധാനം. അവിടെ പോയ 3 കാര്യം ചോദിക്കുള്ളൂ, വേറൊന്നും ചോദിക്കൂല. നമ്മൾ സഞ്ചരിച്ച യാത്രകളെ കുറിച്ച്, നമ്മൾ നേടിയ സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, മക്കളെ കുറിച്ച് ഒന്നും ചോദിക്കൂല. അതൊക്കെ ഈ 3 കാര്യത്തിൽ പെട്ടു. അള്ളാഹ്, ദീന്, റസൂല്, ഖുർആൻ. ഖലാസ്, കഴിഞ്ഞു. അതുണ്ടായിട്ട് വേറൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു സ്വഹാബി ആകെ ജീവിച്ചത് 4 കൊല്ലാണ് മുസ്ലിം ആയിട്ട്. ഇസ്ലാമിൽ അദ്ദേഹത്തിന്റെ പ്രായം 4 വയസ്സാണ്. മനസ്സിലായോ? പക്ഷെ ആ സ്വഹാബിക്ക് മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി. ഒരു സ്വഹാബിക്ക്, ഉഹദിൽ പങ്കെടുത്ത ഒരു സ്വഹാബിക്ക് ഉള്ള ഇസ്ലാമിലെ പ്രായം 1-2 മണിക്കൂറുകൾ മാത്രമാണ്. ഉസൈരിം, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ആദ്യ പകുതിയിൽ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്തു, 2ാമത്തെ പകുതിയിൽ വന്നു, സലാം പറഞ്ഞു, ബൈഅത്ത് ചെയ്തു, പ്രവാചകന്റെ കൈ പിടിച്ചു. അപ്പോഴേക്കും വീണ്ടും മറ്റുള്ളവരെത്തി, ആകെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു, മരണപ്പെട്ടു. ശുഹദാക്കളിൽ 70 ശുഹദാക്കളിൽ ഇന്ന് ഉഹദിൽ അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. നബി പറഞ്ഞു, അമീല കസീർ ഖലീലൻ വ ഉജറ കസീറൻ. കുറച്ച് മാത്രം പണിയെടുത്തു, കൂടുതൽ പ്രതിഫലം കിട്ടി. എന്താ പ്രധാനം സഹോദരങ്ങളെ? ഇഖ്ലാസ് ആണ് പ്രധാനം, ദീനാണ് പ്രധാനം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി, ഖലാസ്, കഴിഞ്ഞു. അള്ളാഹ്ക്ക് അതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലേക്ക് ഒരു ഏലസോ ഒരു ഐക്കല്ലോ ഒന്നും വരരുത്. അള്ളാഹ് മതി. അള്ളാഹ് എന്നുള്ള വാക്കല്ലാതെ പറയരുത്. അള്ളാഹ് എന്ന് പറയുന്നിടത്ത് അള്ളാഹ് എന്നല്ലാതെ പറയരുത്. അള്ളാഹുവിന് എല്ലാം കഴിയും. സുബ്ഹാനല്ലദീ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിനേക്കാളും വലിയൊരു വാക്കുണ്ടോ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ആരിഫീങ്ങളായ, ആബിദീങ്ങളായ, സാഹിദീങ്ങളായ വലിയ വലിയ മനുഷ്യന്മാർ അവർ പറയാണ്, അഹ്ലുൽ ലൈലി ഫീ ലൈലിഹിം അലദ്ദു മിൻ അഹ്ലിൻ നഹാരി ഫീ നഹാരിഹിം. പകലിൽ തെറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ രാത്രിയിൽ തെറ്റ് ചെയ്യുന്ന നൈറ്റ് ക്ലബ്ബുകളിൽ തിമർത്താടുന്നവർക്ക് ചുറ്റുനിന്നും കിട്ടുന്ന കയ്യടിയേക്കാളും വലിയ ആസ്വാദനമാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആരും കാണാതെ പാതി പതിഞ്ഞു കത്തുന്ന ബെഡ്റൂമിൽ ഇരുന്നിട്ട് നാഥനോട് കൈയുയർത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സുഖം. എന്തുകൊണ്ടാ? അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെക്കാളും വലിയ ബന്ധം, ആത്മീയതയെക്കാളും വലിയ അനുഭൂതിയും സുഖവും ലോകത്തൊന്നിനുമില്ല. എന്തുകൊണ്ടാണ്? കല്ല, അങ്ങനെ പറയാനായിട്ടില്ല. ഇന്ന മഅി റബ്ബി സയഹ്ദീൻ. പിന്നിൽ ഫിർഔനും മുന്നിൽ സമുദ്രം നിൽക്കുമ്പോ ഒരു മനുഷ്യൻ പറയാണ്, എന്താ പറയണെന്ന് അറിയോ? പിടിക്കപ്പെട്ട മൂസ. അങ്ങനെ പറയാനായിട്ടില്ല. ഇന്ന മഅി റബ്ബി, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന അനുഭവഭേദ്യമായിട്ടുള്ള കാര്യങ്ങളെ മുറിഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് അബൗദ്ധികമായ ഒരു കഴിവുണ്ട്. ഇന്ന മഅി റബ്ബി സയഹ്ദീൻ. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഫദ്രിബ് ബിഅസാകൽ ബഹർ ഫൻഫലകൽ ബഹറു കത്തൗദിൽ അദീം. അടിക്ക് മൂസ കടലില്, കടൽ 2ആയി പിളർന്നു. കഥയല്ല സുഹൃത്തുക്കളെ, അനുഭവവും യാഥാർത്ഥ്യവുമാണ് ഈ പറയുന്നത്. 2ആയി പിളർന്നു. അള്ളാഹുമായിട്ട് മനസ്സ് ബന്ധിപ്പിച്ചവർക്ക് കിട്ടുന്ന സുഖത്തെക്കാളും വലിയ സുഖവും ഉറപ്പും ധൈര്യവും ലോകത്തൊരാൾക്കും കിട്ടൂല. നമുക്കൊരു ഉറപ്പുണ്ടാവും. എന്ത് കടത്തിൽപ്പെട്ടാലും, എന്ത് ടെൻഷനിൽപ്പെട്ടാലും, എന്ത് രോഗത്തിൽപ്പെട്ടാലും അള്ളാനെ വിളിച്ചാൽ അള്ളാഹ് എനിക്ക് ഉത്തരം തരുന്നില്ല ബോധം ഉണ്ടാവും. എവിടുന്നാണ് ബോധം ഉണ്ടാകുക? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നു പറ നബി അവരോട്. അള്ളാഹു പറയാണ്. എന്താ നമുക്ക് ചോദിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളെ? നമുക്ക് ഉറപ്പില്ല. തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, അരുതായ്മകൾ സംഭവിക്കുന്നുണ്ട്.
നിർബന്ധ കാര്യങ്ങളിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു റമദാൻ കിട്ടിയിട്ട് പോലും 7 ദിവസം അതിന്റെ മുമ്പത്തെ 7 ദിവസത്തെ പോലെയാണെന്നുണ്ടെങ്കിൽ അതാണ് കാരണം. അവരങ്ങനെ ആയിരുന്നില്ല അല്ലെ? ഒരു സ്വഹാബി പോവുകയാണ്, കയ്യിലുള്ള വടിയാണ് പ്രകാശിക്കാൻ അല്ലെ? എന്താ കാരണം? എന്റെ അടിമക്ക് വഴിമുട്ടിയിട്ടുണ്ട്, വെളിച്ചം കെട്ടുപോയിട്ടുണ്ട്, എങ്കിൽ അവൻ കുടുങ്ങരുത്. ചോദിച്ചിട്ട് പോലുമില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയാണെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ടി പോലും വരൂല. അള്ളാഹ് കൊടുക്കും. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ അടിമനോട് ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചാൽ ഓനെതിരിൽ ഞാൻ യുദ്ധം ചെയ്യും. അള്ളാഹ് പറയാണ്. 2 കാര്യങ്ങളിലാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചത്. ശരിക്കും ശ്രദ്ധിച്ചോളി. 2 കാര്യങ്ങളാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചത്. ഒന്ന്, തന്റെ അടിമയോട് ആരെങ്കിലും വേണ്ടാത്തരം ചെയ്താൽ, ഇഷ്ടപ്പെട്ട വലിയനോട്, അത് കുടുംബം ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിപ്പോരുന്നല്ല. വാപ്പിയും വലിയ, വാപ്പാന്റെ കുട്ടിയും വലിയ, പേരക്കുട്ടിയും വലിയ, അങ്ങനെ ഒരു വലിയ ലോകത്തില്ല. മനസ്സിലായോ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിർബന്ധ കാര്യങ്ങൾ കൊണ്ട്, സുന്നത്തുകൾ കൊണ്ട് നാഥനിലേക്ക് അടുക്കുന്ന അടിമക്ക് അള്ളാഹ് കൊടുക്കുന്ന പേരാണ് വലിയ. അവനോട് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യും. ഒരു യുദ്ധതാണ്. രണ്ടാമത്തെ യുദ്ധം, ഞാൻ ഹറാമാക്കിയ പലിശയുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടാൽ ഞാൻ അവരുമായിട്ട് യുദ്ധം ചെയ്യും. അള്ളാഹ് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചവർക്ക് എന്ത് ആയുധത്തിൽ നമ്മൾ പോയിട്ടും കാര്യം ഉണ്ടാവില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. ആത്മീയതയെക്കാളും വലിയ സുഖം ലോകത്തൊന്നിനുമില്ല. പക്ഷെ ആത്മീയതയെ നമ്മുടെ നാട്ടിലെ ആളുകൾ വഴിതെറ്റിച്ചു. അതിനെ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി വെച്ചു. അതിനെ ഏലസിലും മൈക്കലിലും വെച്ചു. അതിനെ ഏതൊക്കെയോ മനുഷ്യരുടെ മടിയിൽ കാശ് കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോ ആ ആത്മീയത എവിടുന്ന് കിട്ടുക? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് എന്റെ നാവ് പച്ച പിടിക്കണം. അത് നമുക്ക് എവിടുന്നും പറ്റൂലേ? ഇഖ്ലാസാണ് പ്രധാനം. അള്ളാഹിനെ ബോധ്യപ്പെടുത്തലാണ് പ്രധാനം. എന്താ ബോധ്യപ്പെടുത്തുന്നത്? അള്ളാഹുവെ നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല സുഹൃത്തുക്കളെ, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ ഞാൻ ഒരാളെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്താണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ അവർക്ക് തടസ്സമായി വീണ് കിടന്നിരുന്ന ഒരു മരമുണ്ടായിരുന്നു. ബിശജറത്തിൻ. ആ ഷജറത്ത്, മരം അദ്ദേഹം മുറിച്ചു മാറ്റി ആളുകൾക്ക് വഴി സുഗമമാക്കി കൊടുത്തു. നല്ല നീയത്താണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ആ നീയത്തിനെ പടച്ചവൻ സ്വീകരിച്ചു, സ്വർഗം കൊടുത്തു. നമ്മൾ കേട്ടിട്ടില്ലേ, നായക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്തേക്ക് പോയി അല്ലെ? നായക്ക് വെള്ളം കൊടുത്തവൻ സ്വർഗത്ത് പോയി. എന്താ കാരണം? അള്ളാഹ് സ്വീകരിച്ചത് ആ ഇഖ്ലാസിനെയാണ്. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് മുസ്ലിം പക്ഷത്ത് പങ്കെടുത്ത ഒരാൾ നരകത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ കാരണം? ഒരു വെട്ടണ് കിട്ടിയപ്പോ സഹിച്ചില്ല, ആത്മഹത്യ ചെയ്തു. ഒരു സ്വഹാബി നബിനോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, എനിക്ക് നല്ല യോദ്ധ. ആളുകൾ പറയണം അതോടൊപ്പം തന്നെ എനിക്ക് പുണ്യവും കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു പുണ്യം കിട്ടൂല. അപ്പൊ നമ്മൾ എങ്ങനെ അള്ളാഹുമായി സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. ആ സമീപനത്തെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി റമദാനിനെ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കാൻ ശ്രദ്ധിക്കുക. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയാണ്, സഈദ് ബിൻ സെയ്ദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, സഈദ് ബിൻ സെയ്ദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അദ്ദേഹം താടി നനയുവോളം കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹം പൊട്ടി പൊട്ടി കരയും ഒരു ജമാഅത്ത് മിസ്സായാൽ. അദ്ദേഹത്തിന്റെ താടിയിൽ പിടിച്ച് അദ്ദേഹം ടെൻഷൻ അടിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് അവിടെ ഒരു പള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ആൾക്കാർ കൂടി റൂമിൽ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക അല്ലെ? നമ്മളെ കഴിവിൽപ്പെട്ടത് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. മഹാനായ ഷദ്ദാദ് ബിൻ ഔസ് റഹ്മത്തുള്ളാഹി അലൈഹി, അത് വീട്ടിൽ നിസ്കരിക്കേണ്ടതാണല്ലോ സുന്നത്ത് നിസ്കാരം അല്ലെ? ജമാഅത്തിന് പോകാൻ അടുത്ത് പള്ളിയില്ല എന്നുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കേണ്ടതല്ലേ? ഷദ്ദാദ് ബിൻ ഔസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹം അദ്ദേഹം തന്റെ ഫിറാഷിലേക്ക്, വിരിപ്പിലേക്ക് വന്നാൽ അദ്ദേഹം ഇങ്ങനെ ചട്ടിയിലിട്ട് എന്താ പറയാ, കടുകുമണിയെ പോലെ ഇങ്ങനെ തളക്കുമായിരുന്നു എന്നാണ്. നിൽക്കൂല, അദ്ദേഹം നീച്ചു പോരും. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയാം, അല്ലാഹുമ്മ ഇന്ന ജഹന്നം ലാ തദ്ഉനി അൻ അനാം. പടച്ചോനെ, നരകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയണില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വ ഇഖാമിസ് സ്വലാ. ചില ആളുകളുണ്ട്, ഖുർആൻ പറഞ്ഞില്ലേ,
ചില പുരുഷന്മാർ കച്ചവടമോ ജോലിയോ വ്യവഹാരമോ ഒന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ തൊട്ടും നിസ്കാരത്തെ തൊട്ടും സക്കാത്തിനെ തൊട്ടും ഒന്നും അവരെന്ത് ചെയ്യൂല. നിസ്കാരത്തെ തൊട്ടും സക്കാത്തിനെ തൊട്ടും പ്രത്യേകം എടുത്തു പറഞ്ഞു. ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ഇബാദത്തും പറഞ്ഞു. പക്ഷെ നിസ്കാരവും സക്കാത്തും അല്ല പ്രത്യേകം പറഞ്ഞു. എന്താ പറയുക അല്ല പറഞ്ഞത്? നിസ്കാരം എന്ന് പറഞ്ഞാൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സക്കാത്ത് നിഷേധിച്ചാൽ ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങളോട് ആരും യുദ്ധം ചെയ്യൂലല്ലോ? ഇല്ല. എന്തുകൊണ്ടാണ്? സക്കാത്ത് നിഷേധിച്ചവന് മറ്റേ ഹുക്കുമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. അപ്പൊ നമ്മുടെ സക്കാത്തിന്റെ കാര്യം നമ്മൾ ഈ റമദാനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ കാര്യം. നമ്മൾ മറ്റൊരു ദിക്കിലാണ്. പക്ഷേ ഉമ്മയുമായിട്ടുള്ള ബന്ധം, ഉപ്പയുമായിട്ടുള്ള ബന്ധം, ഒരുപക്ഷെ നമ്മളെ മക്കളെ നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മളെ കുറിച്ച് ആലോചിച്ച് ഒരുപക്ഷെ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മളെക്കാളും വേദനിക്കുന്നവർ നമ്മുടെ മാതാപിതാക്കളാണ്. ഒരുപക്ഷെ നമ്മുടെ ഭാര്യയെക്കാളും വേദന നമ്മുടെ മാതാപിതാക്കൾക്കാണ് ഉണ്ടാകുക. അള്ളാഹു റസൂൽ 3 ആമീൻ പറഞ്ഞതിൽ അല്ലെ, പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവർക്ക് ശാപം ഉണ്ടാകട്ടെ, റമളാൻ വന്നിട്ട് പുറത്തു കിട്ടാത്തവർക്ക് ശാപം ഉണ്ടാകട്ടെ, മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം കിട്ടാത്തവർക്ക് ശാപം ഉണ്ടാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കുക. അവരുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഖുർആനുമായുള്ള ബന്ധമാണ്. ഖുർആനുമായുള്ള ബന്ധം പറയുമ്പോൾ 2 കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഖുർആൻ ക്ലാസ്സുകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിർബന്ധമായും ചേരണം. കാരണം നമ്മൾ വളർന്ന് 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 ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തി സുഹൃത്തുക്കളെ. നമ്മുടെ നാട്ടിൽ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. അപ്പൊ അവരിൽ നിന്ന് എന്തോ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയത് അല്ലെ, അത്തരം ഒരു ജോലിയും നല്ല ജീവിത സാഹചര്യമൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ നമ്മൾ ഖുർആന്റെ വിഷയത്തിൽ ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലെ. ഖുർആന്റെ വിഷയത്തില്, ദീനിന്റെ വിഷയത്തില്, പ്രാർത്ഥനകൾ പഠിക്കുന്ന വിഷയത്തില്, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന വിഷയത്തിലൊക്കെ എപ്പോഴും 2ാം ക്ലാസ് 3ാം ക്ലാസ് തന്നെ. അങ്ങനെ ആകരുത്. ഭൗതികമായ കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ ഇവർക്കൊക്കെ അറിയാം. ഖുർആൻ പറയാൻ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞാലോ അവർ അശ്രദ്ധരാണ്. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. സൂറത്തു നബഇന്റെ താഴെയുള്ള, അതായത് അമ്മ ഉണ്ടല്ലോ, സൂറത്തിലെ അമ്മ, അല്ലെങ്കിൽ ഈ സബ്ബീസ്മിയും വല്ലുഹൊക്കെ ഉണ്ടല്ലോ, അതിന്റെ താഴേക്കുള്ള സൂറത്തിന്റെ അർത്ഥം നമുക്കറിയോ? ചിന്തിക്കാൻ വേണ്ടി ചോദിക്കണേ, അല്ലാതെ അവരെല്ലാം ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ലോ. നമുക്കറിയോ? നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്തൊക്കെ പഠിച്ചു നമുക്ക് അറിയാത്തോണ്ടാ? അത് നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നമാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ. അവരിൽ ചില ആളുകളുണ്ട് ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ. ഖുർആൻ ആക്ഷേപിക്കണം. അവർക്ക് ഓതാ മാത്രമേ അറിയുള്ളൂ, അതിന്റെ അർത്ഥമോ ആശയമോ ഒന്നും അവർക്ക് അറിയില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ പെടരുത് സുഹൃത്തുക്കളെ. ഈ റമളാൻ എന്നുള്ളത് മനസ്സിലാകുക എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു നല്ല മനോഹരമായ ഒരു ഖുർആൻ കേൾക്കുമ്പോൾ പോലും അത് എന്തുമാത്രം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിൽ അതിന്റെ ആശയം കൂടിയും അറിയുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം കൂടിയും അറിയുന്നുണ്ടെങ്കിൽ, അല്ലെ, ആ നരകത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ, ഹിസാബിനെ കുറിച്ച്, വിചാരണയെ കുറിച്ച് പറയുമ്പോ, സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഹൃദയം അറിയാതെ അങ്ങോട്ട് എത്തൂലേ? അപ്പൊ അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം, നിർബന്ധമാണ്. അതിനൊരു ശ്രദ്ധ റമളാനിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. മനസ്സിലായോ? ബാക്കിയുള്ള ഒന്നും പടച്ചോൻ ചോദിക്കൂല. ഖുർആനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഖുർആൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മളൊരു സമയം കണ്ടെത്തണം. ഈ റമളാനിൽ ഒരു തുടക്കം അതിന്റെ വിഷയത്തിൽ ഉണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4ാമത്തെ ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അജ്വദുന്നാസ്. റമളാനിൽ പ്രത്യേക നബിയെ കുറിച്ച് പറഞ്ഞതാണ്. നബി എപ്പോഴും ഔദാര്യവാനായിരുന്നു. പക്ഷേ റമളാനിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നാണ്. അപ്പോ അത്തരം ഒരു ശ്രദ്ധയ്ക്കുള്ള ഭാഗത്ത് ഉണ്ടാകുക. പക്ഷെ നമ്മൾക്ക് വലിയൊരു പ്രയാസം ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പോ നാട്ടിലെ ചില മുഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ചില ഊടുവഴികളിലൂടെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. ചില യത്തീം മക്കളെയൊക്കെ നമ്മൾ ഓർക്കണം. ചില വിധവകളെയൊക്കെ നമ്മൾ ഓർക്കണം. അവരുടെ മക്കളെ കുറിച്ച്, അവർക്കും പെരുന്നാൾ വരാൻ പോകുന്നുണ്ട്. ആ നമസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകൾ, തേങ്ങുന്ന വിധവകളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അല്ലെ, പ്രായം ചെന്ന, എന്താ പറയാ, ശാരീരികമായി വേദനകൾ അനുഭവിക്കുന്ന, മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറെ മനുഷ്യർ. പക്ഷേ അവർക്ക് ട്രീറ്റ്മെന്റിന് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് മാത്രം വേദന തിന്ന് ജീവിക്കുന്നവരെ നല്ല ജീവിതം അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. എന്നിട്ട് അവരെയും മനസ്സിൽ കൊണ്ടുവന്ന് നമ്മളാൽ കഴിയുന്നത് എന്താണോ അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ പ്രയാസങ്ങൾ പോലും നീങ്ങി കിട്ടാൻ ഇത് കാരണമാകും. സദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബി.
രഹസ്യമായി കൊടുക്കുന്ന സ്വതക്ക എന്തെങ്കിലും നമുക്ക് കാര്യത്തിൽ അള്ളാഹു നമ്മോട് വല്ല കോപമുണ്ടെങ്കിൽ ആ കോപം ഇല്ലാതെയാക്കി കളയുമെന്നാണ്. അള്ളാഹു നമ്മളോടുള്ള കോപത്തെ അള്ളാഹുവിന് കോപം മാറും നമ്മോടുള്ള കോപത്തെ. വസിലത്തുർ റഹിം തസീദു ഫിൽ ഉംർ, കുടുംബ ബന്ധം പാലിക്കുമ്പോൾ അത് നമ്മളെ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടും. വഫിഉൽ മഅറൂഫ് യഖി മസാരി അസൂ, നന്മകൾ ചെയ്യുമ്പോൾ അത് നമ്മൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, മോശമായ എന്താ പറയാ അപകടങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അദ്ദേഹം യസൂമു വലാ യഫ്തിറു ഇല്ലാ മഅൽ മുസ്ലിമീൻ, അദ്ദേഹം നോമ്പെടുത്താല് സുഹൃത്തുക്കളുടെ മുസ്ലിമീങ്ങളുടെ കൂടെ അല്ലാതെ അദ്ദേഹം ഇല്ലാ മഅൽ മസാക്കീൻ, മിസ്കീനുകളുടെ പാവപ്പെട്ടവരുടെ കൂടെ അദ്ദേഹം നോമ്പ് തുറക്കുമായിരുന്നില്ല. അല്ലെ, ഓരോ നോമ്പ് തുറയിലും ഓരോ മിസ്കീനിനെ ഓർത്തെടുത്ത് അവനും കൂടെ സന്തോഷത്തോടു കൂടെ നോമ്പ് തുറക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രദോഷം, ഒരു വൈകുന്നേരം, എന്തു മനോഹരമാണത്. നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പോ മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹ്ക്ക് കുറച്ച് കടമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഈ റമദാനിൽ കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കുക? രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക്, മിസ്കീനുമാർക്ക്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക്, ഇവരെയൊക്കെ ഓർത്തെടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കേണ്ട രണ്ടാമത്തെ ഭാഗം ഖുർആൻ ഊതി തീർക്കേണ്ട ഭാഗമാണ്. മനസ്സിലായോ? അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ ഖത്മുൽ ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്യുക എന്നുള്ളത്, അത് നമ്മൾ എന്താ പറയാ 2 പ്രാവശ്യം തീർക്കാൻ, 3 പ്രാവശ്യം തീർക്കാനൊക്കെയുള്ള ചില എന്താ പറയാ ഷെഡ്യൂളുകൾ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളത്. നമ്മളൊക്കെ ഓതനുണ്ടാകും, പക്ഷെ അതൊക്കെ നമ്മളൊന്ന് കൂടുതൽ ഷഹറുൽ ഖുർആനാണ്. അതുകൊണ്ട് ഷേഖ് അബ്ദുർ റസാഖ് അൽ ബദ്ർ ഹഫിളഹുല്ലാ, ഞങ്ങളുടെ മദീനയിൽ എന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്, ഞങ്ങൾ ഉസ്താദാണ്. ഹറമിൽ ക്ലാസ് അദ്ദേഹം ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞ ഞാൻ ഓർക്കുകയാണ്. ഒരു 13 സെക്കൻഡിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു ഇന്നലെ. അദ്ദേഹം പറയാണ്, നിങ്ങളൊരു സൂറത്ത് ഓതുമ്പോ എപ്പോഴത് തീരാന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഖുർആൻ ഓതുമ്പോ എപ്പോഴൊരു ഖത്തം തീരാന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിന്നെയോ എപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് ഹിദായത്ത് കിട്ടുക, ഏത് സൂറത്താണ് എന്റെ മനസ്സിനെ മാറ്റുക, എവിടെയാണ് എനിക്കൊരു മാറ്റം ഉണ്ടാകുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വല്ലാത്തൊരു പോയിന്റാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഖുർആൻ 100 പ്രാവശ്യം ഓതി, പക്ഷേ പലിശയുടെ ആയത്തിലൂടെ എത്രയോ കടന്നുപോയിട്ടും ഇപ്പോഴും പലിശയുമായി ബന്ധപ്പെടുന്നവനുണ്ടെങ്കിൽ അവന്റെ ഓത്തിന് എന്തർത്ഥമാണുള്ളത്? അല്ലെ, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ എന്ന ആയത്തിലൂടെ പോയിട്ടും ആളുകളോട് പൊട്ടിത്തെറിച്ച് ചൂടായി സ്വഭാവമൊക്കെ വളരെ മോശമായി പെരുമാറുന്ന ഒരാൾ. അല്ലെ, വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും ഉമ്മയോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ മെസ്സേജുകൾ ഫോണിൽ ഇങ്ങനെ വന്ന് കിടക്കണത് കണ്ടിട്ട് പോലും അതിന് റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തൊരു മനസ്സാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യ നമ്മൾ കാരണം ടെൻഷൻ അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട തെർബിയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പൈസ കൊടുക്കലല്ല തെർബിയത്ത്, പിന്നെ തെർബിയത്ത് ഇന്നൽ യതീമ ഹുവല്ലദീ തൽഖാ ലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മശ്ഗൂല. മനസ്സിലായോ? യതീം കുട്ടി എന്ന് പറഞ്ഞ ആരാണ്? വാപ്പിമ്മി മരിച്ച കുട്ടിയല്ല, പിന്നെ ആരാണ്? ഇന്നൽ യതീമ ഹുവല്ലദീ തൽഖാ ലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മശ്ഗൂല. ഉമ്മാക്ക് നോക്കാൻ സമയമില്ല, വാപ്പാക്ക് ഭയങ്കര ജോലി തിരക്കാണ്, അങ്ങനത്തെ കുട്ടികളാണ് യതീം കുട്ടികൾ. അങ്ങനെ നമ്മളെ മക്കളാകണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയൊക്കെ ഒരു ശ്രദ്ധയും കാര്യവും പരിശുദ്ധ റമദാനിലൂടെ പോകുമ്പോൾ നന്മകൾ കൊണ്ട് മാത്രം ചിന്തിക്കുക. എല്ലാവരോടും നല്ല മനസ്സുണ്ടാകുക. സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, കൈഫ കുൻതും തസ്തഖ്ബിലുന റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാനിനെ സ്വീകരിച്ചിരുന്നത്? ഞങ്ങൾ റമദാനിനെ സ്വീകരിക്കുമ്പോൾ വക്കാന ഖുലൂബുനാ ലിൽ മുസ്ലിമീന സാഫിയ, എല്ലാവരെ കുറിച്ചും നല്ല മനസ്സായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നല്ല മനസ്സ്, നല്ല മനസ്സ് ഇത് ഉയർത്തപ്പെടുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ ഇലൈഹിൽ യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് യർഫ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അവിടെ നല്ല മനസ്സിൽ നിന്നുള്ളതാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഒരു കടഞ്ഞെടുത്ത, ഒരു കഴുകി വൃത്തിയാക്കിയ ഒരു നല്ല പാത്രം പോലെ, അല്ലെ, നല്ല പാത്രം കഴുകി വൃത്തിയാക്കിയ ഒരു ഗ്ലാസ്സില് വെള്ളം കുടിക്കണതും അഴുക്കുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കപ്പ് ചായ കുറച്ച് ചായ പറഞ്ഞിട്ട് കുടിക്കാൻ നമുക്ക് കഴിയോ? ഇല്ലല്ലോ. അപ്പോ എല്ലാ അഴുക്കുകളും കഴുകി വൃത്തിയാക്കി ആ മനസ്സിലേക്ക് ഖുർആനിന്റെ എന്താ പറയാ മധുരം വരട്ടെ, ആ മനസ്സിലേക്ക് നമസ്കാരത്തിന്റെ അനുഭൂതികൾ വരട്ടെ, ആ മനസ്സിലേക്ക് സ്വതക്കയെ കുറിച്ചുള്ള ചിന്തകൾ വരട്ടെ. അങ്ങനത്തെ ഒരു നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഒറ്റ വാക്ക് പറയാൻ അവസാനിപ്പിക്കണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, നിങ്ങൾ റമദാൻ മാസത്തിലാണ്, ഷഹറുൽ ഖുർആനിലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? റമദാൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതാരാ ഭൂമിയിലേക്ക് ഇറക്കിയത്? എവിടുന്നാ വന്നത്? അള്ളാഹുവിന്റെ അരികിൽ നിന്നാണ്.
അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ, അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ. അതിന്റെ പ്രത്യേകത: ഒന്ന്, അള്ളാഹുവിന്റെ അരികിൽ നിന്ന്; രണ്ട്, അള്ളാഹുവിന്റെ വചനം; മൂന്ന്, അത് ആരുടെ അരികിലാണ് അള്ളാഹു കൊടുത്തയച്ചത്? മലക്കുകളിലെ ഏറ്റവും ഉന്നതനായ മലക്കുകളുടെ നേതാവിന്റെ അരികിൽ, റൂഹുൽ അമീൻ. ആർക്കാ കൊടുത്തയച്ചത്? ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യന്, പ്രവാചകന്മാരിൽ ഉത്തമൻ, ഭൂമിയിലെ ഏറ്റവും ഉത്തമനായ മനുഷ്യന്. എങ്ങട്ടാ കൊടുത്തയച്ചത്? ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ പ്രദേശത്തേക്കാണ് അള്ളാഹു ഇറക്കിയത്. എപ്പോഴാണ് ഇറക്കിയത്? ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ മാസത്തിലാണ് അള്ളാഹു ഇറക്കിയത്. ഏത് സമയത്ത് ഇറക്കിയത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ, അഫ്ളലായ, ശ്രേഷ്ഠമായ രാത്രിയിലാണ് അള്ളാഹു ഇതിനെ ഇറക്കിയത്. ആർക്കാ ഇറക്കിയത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമരായ മനുഷ്യർക്ക്, മനുഷ്യരിലെ ഏറ്റവും ഉത്തമരായ ഉമ്മത്തിന്, പ്രവാചകന്റെ ഉമ്മത്തിനാണ് അള്ളാഹു ഇറക്കിയത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയിടത്തൊക്കെ ഉത്തമമാണ്. ഇനി ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി: ആ ഖുർആൻ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ നീ ജീവിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും ഉത്തമൻ. എന്തുകൊണ്ട്? നീ വരെ എത്തി നിൽക്കുന്ന ചങ്ങലുണ്ടല്ലോ, നമ്മൾ വരെ എത്തി നിൽക്കുന്ന ചങ്ങലകൾ മുഴുവൻ ഉത്തമമാണ്. അത് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളായിരിക്കും ഉത്തമർ. ഖുർആനിനെ സ്വീകരിക്കേണ്ട വിധം സ്വീകരിച്ചാൽ, അള്ളാഹുവിന്റെ കലാമിനെ നമ്മൾ സ്വീകരിക്കാൻ റെഡിയായാൽ ബാക്കി അള്ളാഹ് ഏറ്റെടുക്കും. അത് അള്ളാഹ് പറഞ്ഞ വാക്കാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. എന്തെന്നറിയോ? അള്ളാഹുലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും. നിങ്ങളിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഓടി വരും. അപ്പൊ അള്ളാഹ് റെഡിയാണ്. അള്ളാഹുവിന് എല്ലാവരും നരകത്ത് പോകണം നല്ല ആഗ്രഹം, അള്ളാഹുവിന് എല്ലാവരും സ്വർഗത്തേക്ക് പോകണമെന്നാണ്. അതിനാണ് അള്ളാഹു നമ്മൾക്ക് അമലുകൾ ക്രമീകരിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോകും, പക്ഷെ അള്ളാഹു പ്രാർത്ഥന അവിടെ വെച്ചെന്നു. ഏത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഹിദായത്താണ് മരിക്കണത് വരെ വേണ്ടത്. അത് നമ്മൾ ഇന്ന് നിസ്കാരത്തിലാതെ എപ്പോഴും ചോദിക്കണം. ആലോചിച്ചു അള്ളാഹിന്റെ റഹ്മത്ത് ആലോചിച്ച് നോക്കുക. നമ്മൾ ഹിദായത്ത് നിസ്കാരത്തിലല്ലാതെ എപ്പോഴെങ്കിലും ചോദിക്കണം. അള്ളാഹു ചോദിക്കണമെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷെ മനുഷ്യന്റെ ഒരു പൊതു പ്രകൃതം വെച്ചിട്ട് അത് നമ്മൾ ചോദിക്കാൻ സാധ്യതയില്ല. നമ്മൾക്ക് തിരക്കാണ്. അപ്പൊ അള്ളാഹ് വെച്ചെന്നു, 5 നേരം നിസ്കാരത്തിൽ വെച്ചെന്നു, അല്ലേ? നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റബ്ബി ഗഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. എന്താ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടത്? റബ്ബി ഗഫിർലി, അള്ളാഹ് പാപം പുറത്തരണം. വർസുഖ്നി, മഈശത്ത് വേണനല്ലേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഭൂഖണ്ഡം കടന്ന് പാറിപ്പറന്ന് അവിടെ എത്തിയത്, റിസ്ക്കിന് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. റബ്ബി ഗഫിർലി വർസുഖ്നി വഹ്ദിനി, ഹിദായത്തിന്, വഅഫിനി, ആഫിയത്തിന്. നമ്മൾ ചോദിക്കുന്നുണ്ട്. അഞ്ഞ് മനസ്സുകൊണ്ട് ചോദിച്ചാൽ മതി. ഇപ്പൊ ചുണ്ടുകൊണ്ട് നാവ് കൊണ്ടാണ് ചോദിക്കണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ചുരുക്കം എന്താ പറയാ, അള്ളാഹുവിലേക്ക് മുഖം തിരിച്ചാൽ അള്ളാഹു കൂടുതൽ നമ്മളെ സ്വീകരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അൽസുഖ ഒരു പേരുണ്ടാക്കുന്ന ഇടങ്ങറൊക്കെ, നമ്മൾ ഇവിടുന്ന് അമേരിക്കക്ക് പറക്കുന്ന ഇടങ്ങറൊക്കെ 2 പേജ് ഓതാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ ഓതാൻ തോന്നാത്തത്? ഒരു പെരുണ്ടാക്കണ പ്രയാസവും റിസ്ക്കും ടെൻഷനും സാമ്പത്തിക ഭാരവും പ്ലാനും ബുദ്ധിമുട്ടും ഒരു ഖത്തം തീർക്കാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ തീർക്കാൻ കഴിയാത്തത്? പെരുണ്ടാക്കുക എന്നുള്ളത് ഡയറക്റ്റ് ഇബാദത്തുമായിട്ട് ബന്ധമില്ല. ഇത് ഇബാദത്താണ്. ഇത് അള്ളാന്റെ കലാമാണ്. ഡയറക്റ്റ് അള്ളാഹുമായി ബന്ധമുണ്ട്. ഇതിന്റെ ഒരു തുറഫ് ഒരറ്റം അവിടെയും ഒരറ്റം നമ്മുടെ കയ്യിലുമാണ്, അല്ലെ? ഇതിലേക്ക് തിരിഞ്ഞോൽക്ക് മാത്രമേ അള്ളത് കൊടുക്കുള്ളൂ. പെരവിടെ അള്ളാനെ ധിക്കരിക്കുന്ന ആൾക്കാരാണ് ലോകത്തെ ഏറ്റവും സമ്പന്നര്. എന്താ മനസ്സിലാക്കിയത്? അള്ളാഹ് റസൂൽ പറഞ്ഞത്, അതിന് വില ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇതിനൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാഫിറിന് ഞാൻ ഇവിടുന്ന് വെള്ളം കുടിപ്പിക്കുമായിരുന്നില്ല. അതിനൊന്നും എനിക്കൊരു വിലയില്ല. എനിക്ക് വില ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിനാണ് വില. അതിന് നിങ്ങൾ മുഖം തിരിച്ചാൽ ഞാൻ നിങ്ങളിലേക്ക് മുഖം തിരിക്കും. അള്ളാഹു ഹിദായത്ത് കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഫ്ളലുർ റുസുൽ, അഷ്റഫുർ റുസുൽ, അഷ്റഫുൽ ബശർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരടിയിൽ ചവിട്ടിയവന് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. പ്രവാചകനെ കൊല്ലാൻ വാളെടുത്തോങ്ങിയവന് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. പ്രവാചകന്റെ മകളെ കുതിരപ്പുറത്ത് നിന്ന് പൂർണ്ണ ഗർഭിണിയായ മകളെ ഉന്തിയിട്ട് കൊലപ്പെടുത്തിയവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾക്ക് ഹിദായത്ത് കിട്ടൂലേ? മുസ്ലിമായി ജനിച്ച നമ്മൾക്ക്, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുസ്ലിമായി വന്ന നമ്മൾക്ക് ഹിദായത്ത് കിട്ടിയ നമ്മൾക്ക് അത് കൂടേണ്ട പണിയല്ലേ ഉള്ളൂ സുഹൃത്തുക്കളെ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ്? നമ്മളാണ് പ്രശ്നക്കാര്. നമ്മൾ ആ ഖുർആനിലേക്ക് മുഖം തിരിക്കണില്ല. നമ്മൾ ആ ഖുർആൻ യഥാവിധം എടുക്കണില്ല. നമ്മൾ അള്ളാഹുവിന്റെ കലാമിന് വില കൽപ്പിക്കണില്ല. അതുകൊണ്ടാണ്.
ഞാൻ കുറ്റപ്പെടുത്തല്ല. നമ്മൾ ഓരോരുത്തർ സ്വയം ചിന്തിച്ചു നോക്കുക. ഷഹറുൽ ഖുർആനിലാണ്, ഖുർആന്റെ മാസത്തിലാണ്. അതുകൊണ്ട് ഖുർആനാണ് പ്രധാനം, സ്വതക്കയാണ് പ്രധാനം, നമസ്കാരമാണ് പ്രധാനം, ദിക്റാണ് പ്രധാനം, ഇസ്തിഗ്ഫാറാണ് പ്രധാനം, ഉമ്മയും ഉപ്പയും സ്വന്തം അടുത്ത കുടുംബവും അടങ്ങുന്ന ബന്ധമാണ് പ്രധാനം, സക്കാത്താണ് പ്രധാനം. ഇത് പാലിക്കാനാണ് ഈ മാസത്തിൽ 6 കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹിദായത്തിന് ശേഷം വിള്ളലില്ലാത്ത, ചെതലരിക്കാത്ത, പുഴുവരിക്കാത്ത, കുത്തു വീഴാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവനവന്റെ പരിശുദ്ധ സ്വർഗത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സമയത്തുള്ള നമ്മുടെ ഒരു ഇരുത്തവും കേൾവിയും അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ കൂടുതൽ ധാരാളമായി പഠിക്കുക, അതിനുള്ള സോഴ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഖുർആൻ ക്ലാസ് നിരന്തരമായി നമ്മൾ കേൾക്കുക. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ ധാരാളക്കണക്കിന് സുഹൃത്തുക്കൾ ഫലസ്തീനിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു പ്രയാസമല്ല. പക്ഷേ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ അവിടുത്തെ നമ്മളൊരു സുഹൃത്ത് എഴുതിയൊരു വാക്ക് കണ്ടിരുന്നു. ഞങ്ങള് അത്താഴത്തിന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയും, സമയമായിട്ടോ നീയത്ത് വെച്ചോളിൻ, അപ്പോഴാണ് ഞങ്ങൾ കാരണം ഒന്നും കഴിക്കാൻ ഞങ്ങൾക്കില്ല. അങ്ങനത്തെ ഒക്കെ അവസ്ഥകളിൽ ജീവിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. മാഷാ അല്ലാഹ്, നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള 1 മണിക്കൂർ ക്ലാസ് ആണ് ഉസ്താദ് നൂറുദ്ദീൻ സ്വലാഹി നമുക്ക് തന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മളെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനിനോട് പരമാവധി അടുത്തുകൊണ്ട് ഖുർആൻ പഠിച്ചും പാരായണം ചെയ്തും പരമാവധി ഈ സമയത്തെ ഉപകാരപ്രദം ചെലവഴിക്കാനും, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും, ദാനധർമ്മങ്ങൾ ചെയ്യാനും, കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാനും, പുതിയ അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ ചേർക്കാനൊക്കെ നമുക്ക് ഈ ഒരു മാസം അതിന് പ്രചോദനവും അതിന് അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത ഉസ്താദ് നൂറുദ്ദീൻ സ്വലാഹിക്ക് ഒന്നുകൂടെ നന്ദി അറിയിച്ചുകൊണ്ട്, അദ്ദേഹം വളരെ വൈകിയ സാഹചര്യത്തിലാണ് നമുക്ക് ക്ലാസ് തരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ എല്ലാ നന്മകളും നമുക്ക് ഈ മാസം ഉപയോഗപ്പെടുത്തി പരമാവധി നന്മ നേടിയെടുക്കാൻ നമ്മൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നൂറുദ്ദീൻ സ്വലാഹിക്ക് ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ എല്ലാ ആഴ്ചകളിലും ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം റമദാൻ ആയതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് മാത്രം. അതിലൊക്കെ ചേർന്ന് നമുക്ക് പരമാവധി ഖുർആൻ പഠിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അടുത്ത മാസം, ഈ മാസം തന്നെ ലാസ്റ്റ് സക്കാത്തിനെ കുറിച്ച് മറ്റൊരു ക്ലാസ് ഉണ്ട്. അതിനും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും.